നെക്സ്റ്റ് ഹെഡിങ് എഴുതിക്കോളൂ. ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. അതിൻ്റെ ഡെഫിനിഷനാണ് ഈ പറയുന്നത്. എസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ലെറ്റ് എസ് ബി എ സ്റ്റേറ്റ്മെൻറ്റ്. എസ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് പക്ഷേ അതിനകത്തൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. എസ് കണ്ടെയ്ൻസ് നോ ലോജിക്കൽ കണക്റ്റീവ്സ് അതർ ദാൻ ആൻഡ് ഓർ. ആൻഡും ഓറും മാത്രമേ ഈ എസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡ്യുവലിനെ എസിൻ്റെ ഡ്യുവലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എസ് ഡി എന്നാണ്. ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നിങ്ങൾക്ക് എസ് ബാർ എന്ന് കാണാം, ചിലതിലൊക്കെ എസ് ഡാഷ് എന്ന് കാണാം. എനിവേ, എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്ന എസ് ഡി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡ്യുവൽ. ഓക്കെ, is the statement obtained from S by replacing and or by or and. ആൻഡിനെ ഓറാക്കിയും ഓറിനെ ആൻഡ് ആക്കിയും റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന പുതിയ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ട്രൂ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഫോൾസ് ആക്കാനും, ഫോൾസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ ട്രൂ ആക്കാനും മറക്കരുത്. ഓക്കെ, ട്രൂവിനൊക്കെ ഫോൾസ് ആക്കും വേണം, ഫോൾസിനൊക്കെ ട്രൂ ആക്കും വേണം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് സപ്പോസ് പി ആൻഡ് നെഗേഷൻ ക്യൂ ഓർ ആർ ആൻഡ് ക്യൂ ആണ് വിചാരിക്കും. ഓക്കെ, പി ആൻഡ് നെഗേഷൻ ക്യൂ ഓർ ആർ ആൻഡ് ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് എസ് എങ്കിൽ എസിൻ്റെ ഡ്യുവൽ എസ് ഡി എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? എങ്ങനെ എഴുതേണ്ടത്? പി ഓർ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡ്യുവലിൽ നമ്മൾ നെഗറ്റീവ്സിനെ പോസിറ്റീവ് ആക്കില്ല. നെഗറ്റീവ്സ് ആയിട്ട് തന്നെ നമ്മൾ എഴുതും. ഒരിക്കലും ഡ്യുവലിൽ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കരുത്. നെഗേഷൻ തന്നെ ആയിട്ടിരിക്കുക. ആകെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് എന്താണ്? ആൻഡിനെ ഓറാക്കുക, ഓറിനെ ആൻഡ് ആക്കുക. ഓക്കെ, എത്ര മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഇവിടെ ആൻഡ്, ആർ ഓർ ക്യൂ, ഇതാണ് പുതിയ സ്റ്റേറ്റ്മെൻറ്റ്, ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കാം. ഒരിക്കലും നെഗറ്റീവ്സ് മാറ്റരുത് കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. ആൻഡ് വൺസ് അഗെയിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. സപ്പോസ് പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പി ഓർ നെഗേഷൻ ക്യൂ ആൻഡ് ആർ ഓർ സം ടി ഓർ സം ഫോൾസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, സംതിങ് ലൈക്ക് ദിസ്, അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെ നെഗേഷൻ എന്തായിരിക്കും? ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? പി ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞേ. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ വാട്ട് ഈസ് ഡ്യുവൽ? ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ആൻഡിനെയൊക്കെ ഓറാക്കുക, ഓറിനെയൊക്കെ ആൻഡ് ആക്കുക. ഇവിടെ ആൻഡ് ഉണ്ടായിരുന്നു, അതിവിടെ എത്തിയപ്പോൾ ഓറായി. ഇവിടെ ഓർ ഉണ്ടായിരുന്നു, അതിവിടെ എത്തിയപ്പോൾ ആൻഡായി. ഇവിടെ ആൻഡായിരുന്നു, അതിവിടെ എത്തിയപ്പോൾ ഓറായി. അത്രയേ വേണ്ടൂ. പറഞ്ഞേ. അപ്പോൾ എന്താണ് പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ? ഇത് ക്യാപിറ്റൽ പി ആണ് കേട്ടോ. ദിസ് ഇസ് ക്യാപിറ്റൽ പി, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് വിചാരിക്കുന്നത്. ദിസ് ഇസ് സ്മോൾ പി, ഇത് സ്മോൾ പി ആണ്. പി ആൻഡ് ക്യൂ, പി ആൻഡ് നെഗേഷൻ ക്യൂ, ആർ ആൻഡ് ടി. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ട്രൂ ആൻഡ് എഫ് ഫോൾസ്. ട്രൂ ആൻഡ് ഫോൾസ് വരികയാണെങ്കിൽ അതിനെ മാറ്റിയിട്ട് ഫോൾസ് ആൻഡ് ട്രൂ ആക്കണം. അതായത് ട്രൂവിനെ ഫോൾസ് ആക്കണം, ഫോൾസിനെ ട്രൂ ആക്കണം ഡ്യുവൽ എഴുതുമ്പോൾ. ഓക്കെ, അത് ശ്രദ്ധിക്കാൻ പ്രത്യേകം. ക്ലിയർ? ശരി, അപ്പോൾ ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ അത് തന്നെയാണ് സംഭവം, ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ. എഴുതി വെച്ചു. ദ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി, അല്ലെങ്കിൽ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്നും പറയും. ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ. സപ്പോസ് ദർ ആർ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്, എസ് ആൻഡ് ടി. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് വിചാരിക്കും, എസും ടിയും. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ എസിലും ടിയിലും there is no other logical connectives other than or and. ആൻഡും ഓറും മാത്രമേ ഉള്ളൂ ഈ എസ് ആൻഡ് ടി എന്ന് പറയുന്ന രണ്ട്
കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഓക്കെ എങ്കിൽ ഒരു കാര്യം കൂടെ ഇങ്ങനെയല്ല then if s is equivalent to t s എന്ന് പറഞ്ഞത് t യോട് ഈക്വലൻ്റ് ആണ് എങ്കിൽ then എന്താ പറയുന്നത് then sd dual of s is equivalent to dual of t dual of s അതായത് എസിൻ്റെ ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനോട് ഈക്വലൻ്റ് ആയിരിക്കും ടീൻ്റെ ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ഇതാണ് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ. ഇതൊക്കെ ഇപ്പോൾ ഓർത്ത് വെച്ചോളൂ. ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് കൂടുതൽ നമുക്ക് സൊല്യൂഷൻസ് സോൾവ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ആവശ്യം വരിക കേട്ടോ. ഓക്കെ, ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ. ഇനി ഈ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ നമുക്കൊന്ന് വെരിഫൈ നോക്കാം, ഇത് പറഞ്ഞൊക്കെ കറക്റ്റാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് എടുത്ത് നോക്കാം. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ തരാം, നിങ്ങൾ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ കറക്റ്റാണോ എന്നുള്ളത്. അബ്സോർപ്ഷനിലൂടെ റിവേഴ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബ്സോർപ്ഷനിൽ എന്തായിരുന്നു അബ്സോർപ്ഷനിലോ P or P and Q is equivalent to P അല്ലേ, which is equivalent to P. ഇതാണ് ഒരു S എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, you can write like this. Suppose this is S and this one is T. എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് സിംപ്ലി P എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അബ്സോർപ്ഷൻ ലോ യൂസ് ചെയ്തിട്ട് അറിയാം ഇവിടെ S is equivalent to T ആണ്. അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഇതിൽ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ലല്ലോ. P or Q and Q കുഴപ്പമൊന്നുമില്ല, എന്നാലും P and Q is equivalent to P ആണെന്ന് എല്ലാവർക്കും അറിയാലോ, അറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എസ് ഡിയും എസ് പി ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് നോക്കിയൊക്കെ. എസ് ഡി ആൻഡ് ടി ഡി ഒന്നെടുത്തേ. എസ് ഡി ആൻഡ് ടി ഡി. എസ് ഡി എന്ന് പറഞ്ഞാൽ അതേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടാവുള്ളൂ. ടി ഡി എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, അതിൻ്റെ ഡ്യുവൽ പി തന്നെയാണ് കേട്ടോ, അതിൽ വ്യത്യാസമൊന്നുമില്ല. ടി ഡി എന്ന് പറഞ്ഞാൽ പി തന്നെയാണ് വരിക. ആൻഡ് വാട്ട് അബൌട്ട് എസ് ഡി? എസ് ഡി എന്ത് വരും? പി ആൻഡ് ക്യൂ, ക്യൂ അല്ല, പി ഓർ ക്യൂ വരും അല്ലേ, ഇതാണ് എസ് ഡി. ഇനി എസ് ഡി ഈസ് ഈക്വലൻ്റ് ടു ടി ഡി എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് വെരിഫൈ ചെയ്തേ. എസ് ഡി ഈസ് ഈക്വലൻ്റ് ടു ടി ഡി, ഇതൊന്ന് വെരിഫൈ ചെയ്തേ. എസ് ഡി ഈക്വലൻ്റ് ടു ടി ഡി ആണോ നോക്കിക്കേ. ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് കാരണം ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് എസ് ഇസ് ഈക്വലൻ്റ് ടു ടി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എസ് ഡി ഈസ് ഈക്വലൻ്റ് ടു ടി ഡി ആണോ നോക്കിക്കേ. അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഈക്വലൻസ് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? നമുക്ക് ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം അല്ലേ. അതെ, ഈക്വലൻ്റ് ആണ്. ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം. വരച്ച് നോക്കട്ടെ. അബ്സോർപ്ഷൻ ലോയുടെ രണ്ടാമത്തെ കേസ് നോക്കിയൊക്കെ. രണ്ടാമത്തെ കേസ് ഇത് തന്നെയല്ലേ, അബ്സോർപ്ഷൻ ലോ രണ്ടാമത്തെ കേസ്. പി ആൻഡ് പി ഓർ ക്യൂ ഈസ് ഈക്വലൻ്റ് ടു പി, അങ്ങനെയല്ലേ പഠിച്ചത്? ശരിയല്ലേ? അപ്പോൾ ഇത് വെരിഫൈ ചെയ്യണോ? വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായതൊന്ന്? ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ കറക്റ്റാണ്. എന്താണ് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ളത് മനസ്സിലായോ? ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് മനസ്സിലായോ മക്കളെ? ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. എസ് ഇസ് ഈക്വലൻ്റ് ടു ടി ആണെങ്കിൽ ദെൻ എന്ത് പറയാം നമുക്ക്? എസ് ഡി ഈസ് ഈക്വലൻ്റ് ടു ടി ഡി എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ. ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് കൂടുതൽ പ്രോബ്ലം ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആവശ്യം വരും. അപ്പോൾ തൽക്കാലം അതങ്ങനെ ഓർത്ത് വയ്ക്കാം.